ആ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിപ്പിച്ചുകൊണ്ടാണ് തൗഹീദും സുന്നത്തും കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഒന്നാമത്തെ ദിവസം മുതൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രമാണങ്ങളിൽ എന്തു വന്നോ അത് സ്വീകരിക്കുക, അത് തൻ്റെ ബുദ്ധിക്ക് എതിരായി തോന്നുന്നുണ്ടെങ്കിൽ തൻ്റെ ബുദ്ധിയുടെ പോരായ്മയായി മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുക. എന്നാൽ കുറച്ചു കാലങ്ങളായി ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിക്കൊണ്ട് അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ചില വാർത്തകളല്ല. ആ പ്രമാണങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളെപ്പോലും അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നു. ആ പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങളെ ഉള്ളതുപോലെ പറഞ്ഞാൽ അത് ശിർക്കൻ വാദമായി അവതരിപ്പിക്കുന്നു. അവരെ എന്തൊക്കെ പേര് വിളിച്ച് അവരുടെ സംഘടനകളെ എന്തൊക്കെ ആഗോള ബന്ധങ്ങൾ ഉണ്ടാക്കി ജൂദായുസത്തിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെയും ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ പരിശ്രമിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ശിർക്കിൻ്റെ വിശ്വാസങ്ങൾ, ജിന്നുമായി ബന്ധപ്പെട്ടത്, കണ്ണേറുമായി ബന്ധപ്പെട്ടത്, പ്രാർത്ഥനകളും ദിക്റുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ. എന്താണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തത്? ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമുദായത്തിലുണ്ടായിരുന്നു. എന്താ നമ്മളൊക്കെ ചെയ്തത്? ജിന്നില്ല എന്ന് പറയാനാണോ? ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞെന്താ, നിങ്ങൾ ജിന്നുബാധയുണ്ടെന്ന് ആളുകളെ പഠിപ്പിക്കുന്നു. ഈ പുളിക്കൽ വന്നുകൊണ്ട് പോലും നിങ്ങൾ ജിന്നുബാധയുണ്ടെന്ന് പറയുന്നു. ആളുകളൊക്കെ പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ സമുദായത്തിന് നിർഭയത്വം നഷ്ടപ്പെടുത്തിയവരാണ്. വല്ലാത്ത കഷ്ടം തന്നെ. എന്നാൽ ഈ വിസ്ഡം വിഭാഗം ഇവിടുത്തെ നിർഭയത്വം അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ നിർഭയത്വം നഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുന്നവരോട് എന്ന് പറയുന്നവർ നമുക്ക് ചോദിക്കാനുണ്ട്. എന്തു നിർഭയത്വമാണ്? പ്രമാണത്തിൽ ഉള്ള കാര്യമല്ലാതെ എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്? ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ നിർഭയത്വം നഷ്ടപ്പെടുമെന്നാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ജിന്നില്ല എന്ന് പറയലല്ലേ? അവര് തീരെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പേടിക്കണ്ടേ? വസ്വാസം ഉണ്ടാക്കും, വസ്വാസിനെ പേടിക്കണ്ടേ? പിന്നെ ഏറ്റവും സുഗന്ധ, ഏറ്റവും വലിയ നിർഭയത്വം എന്താ? ജിന്നില്ല എന്നാണ് പറയാ. നമ്മുടെ എല്ലാവർക്കും എല്ലാ പേടിയും മാറിയല്ലോ. സ്വർഗത്തെ പേടിക്കണ്ടേ? പടച്ചോനെ പേടിക്കണ്ടേ? ഇതൊന്നും പേടിക്കാതെ ദുനിയാവ് നടക്കാൻ കഴിയോ? അപ്പൊ പിന്നെ എന്താ സുഖം? പടച്ചോല്ലാന്ന് പറയുന്നവര് പടച്ചോനും പേടിക്കണ്ടല്ലോ, പിന്നെ ഒന്നിനും പേടിക്കണ്ട. ഇതാണ് ഇപ്പൊ ചില ആളുകളുടെ കണ്ടുപിടുത്തം. നമ്മുടെ മുൻഗാമികൾ എന്താ ചെയ്തത്? ഇവിടെ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായി. ഇപ്പൊ എന്താ പറഞ്ഞത്? ജിന്നില്ല എന്ന് പറയില്ല, അല്ല. അതിൻ്റെ ഖുർആനും സുന്നത്തുള്ള പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനുള്ള സുന്നത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ദലാലു മുബീൻ ഉണ്ടാവില്ല. ഖുർആനും സുന്നത്തിൽ ഇല്ലാത്തതാണ് ദലാലു മുബീൻ. ആ ഖുർആനിലും സുന്നത്തിലും ഉള്ളത് ദലാലു മുബീനാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദലാലത്ത് പഠിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അതപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഇവിടെ.